ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മഴതോരും മുമ്പയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അലീനയെ തട്ടിക്കൊണ്ടുപോയ ഗുണ്ടകളെയാണ് ഇപ്പോൾ കാണിക്കുന്നത്. അവരെല്ലാവരും കൂടി അവിടെ സംസാരിച്ചു കൊണ്ട് നിൽക്കുന്നുണ്ട്. തട്ടിക്കൊണ്ടു വന്ന വണ്ടി ഇനി ഉപയോഗിക്കേണ്ട, അത് നമുക്ക് പൊളിച്ച് വിൽക്കാം എന്നൊക്കെ അവർ സംസാരിക്കുന്നുണ്ട്. നമുക്ക് അലീനയെ ഒന്ന് പോയി മുട്ടി നോക്കിയാലോ എന്നൊക്കെയും അവർ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ കൂടെയുള്ള ഒരാൾ പറയുന്നുണ്ട്, അത് മുതലാളി പറഞ്ഞിട്ട് പോരെ എന്ന്. അതൊക്കെ മുതലാളി സമ്മതിക്കുമെന്ന് മറ്റൊരാൾ പറയുന്നു. ശേഷം ഇപ്പോൾ കാണിക്കുന്നത് വൈജയന്തിയാണ്. വൈജയന്തിയോട് അവിടെ നിൽക്കുന്ന രണ്ട് നേഴ്സുമാർ പറയുന്നുണ്ട്, രാവിലെ ഇവിടെ വന്നു നിന്ന പെൺകുട്ടിയില്ലേ നിങ്ങളുടെ ബൈസ്റ്റാൻഡറായിട്ട്, നിങ്ങളുടെ മൂത്ത മകളാണെന്ന് പറഞ്ഞ ആ പെൺകുട്ടിയെ കാണാനില്ല, അത് മിക്കവാറും ആരുടെയെങ്കിലും കൂടെ പോയതായിരിക്കും എന്നൊക്കെ ഇങ്ങനെ നേഴ്സുമാർ ഇപ്പോൾ വൈജയന്തിയോട് പറയുന്നുണ്ട്. ഇത് കേട്ടുകൊണ്ടാണ് അങ്ങോട്ടേക്ക് ഇപ്പോൾ സുലോചന വന്നിരിക്കുന്നത്. അപ്പോൾ സുലോചന ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഇവിടുത്തെ നേഴ്സിംഗ് സ്റ്റാഫ് അല്ലേ? നിങ്ങൾ ഈ രീതിയിൽ വേറൊരാളെക്കുറിച്ച് അപവാദം പറയുന്നത് ശരിയാണോ എന്ന് ചോദിക്കുമ്പോൾ നേഴ്സുമാർ പറയുന്നുണ്ട്, ഞങ്ങൾ അപവാദം പറഞ്ഞതൊന്നുമല്ല, ഒരു സാധ്യത പറഞ്ഞതേ ഉള്ളൂ എന്ന് പറയുമ്പോൾ സുലോചന പറയുന്നുണ്ട്, അതെ, നിങ്ങൾ ഇവിടുന്ന് ജോലി കഴിഞ്ഞ് രഹസ്യക്കാരൻ്റെ അടുത്ത് പോയതിനു ശേഷം 2 മണിക്കൂർ കഴിഞ്ഞേ സ്വന്തം വീട്ടിലോട്ട് പോകാറുള്ളൂ എന്ന് ഞാൻ പറഞ്ഞാൽ എങ്ങനെയിരിക്കും എന്ന് ഇങ്ങനെ സുലോചന ചോദിക്കുമ്പോൾ അവർ പറയുന്നുണ്ട്, ദേ അനാവശ്യം പറയരുത് എന്ന്. ഉടനെ സുലോചന പറയുന്നുണ്ട്, ഇത് അനാവശ്യമാണെങ്കിൽ നിങ്ങൾ പറഞ്ഞതും അനാവശ്യമാണ്. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഒരു പെൺകുട്ടിയല്ല അവൾ ആ രീതിയിലൊന്നും പെരുമാറില്ല. ഒന്നെങ്കിൽ അവളെ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയി, അല്ലെങ്കിൽ എന്തെങ്കിലും അപകടം സംഭവിച്ചു, അത്രയും സംഭവിക്കാനേ സാധ്യതയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്ക്, ആവശ്യമില്ലാത്ത അപവാദങ്ങൾ പറഞ്ഞുണ്ടാക്കരുത് എന്ന് പറയുന്നു. അങ്ങനെ ഇപ്പോൾ ആ നേഴ്സുമാർ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നുണ്ട്. എന്നിട്ട് അവരവിടെ നിന്ന് പോകുന്നു. അതിനുശേഷം കാണിക്കുന്നത് മനുവിനെയാണ്. മനുവിനെ വിളിച്ച് ബാലേന്ദ്രൻ ഇപ്പോൾ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ട് മനു ചോദിക്കുന്നുണ്ട്, എങ്ങനെ അവർക്ക് ഇതൊക്കെ ചെയ്യാൻ തോന്നിയെന്ന്. ഉടനെ ഇപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ശരിക്കും ഈ ഭീകരന്മാരുടെ തലയ്ക്കൊക്കെ വിലയിടില്ലേ? അതുപോലെ വിലയിടേണ്ടതാണ് നിന്റെ അച്ഛനും കൊച്ചച്ഛനുമൊക്കെ. ആ സമയം കഴിഞ്ഞു. ആ രീതിയിലുള്ള പരിപാടിയാണ് അവർ രണ്ടുപേരും കൂടി ചെയ്തു വെച്ചേക്കുന്നത്. ഏതായാലും ഞാൻ അലീനയുടെ അടുത്തേക്ക് പോവുകയാണ്. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ കാര്യങ്ങൾ ഈ രീതിയിലായിരിക്കില്ല എന്നൊക്കെ ബാലേന്ദ്രൻ ഇപ്പോൾ മനുവിനോട് പറയുന്നുണ്ട്. ഇത് കേട്ടിപ്പോൾ വളരെയധികം ദേഷ്യത്തോടെ ഇപ്പോൾ മനു പറയുന്നുണ്ട്, വെച്ചു അങ്കിളെ, എനിക്ക് ദേഷ്യം വരുന്നുണ്ട്, എന്ത് ചെയ്യാനാ, ഞാൻ ആ വീട്ടിൽ ജനിച്ചു പോയി എന്നൊക്കെ പറയുമ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, നീ വിഷമിക്കേണ്ട, ഇനിയിപ്പോൾ അവിടെ തിരുവനന്തപുരത്ത് കിടന്ന് കറങ്ങേണ്ട, ഇങ്ങോട്ട് പോര് എന്ന് പറയുമ്പോൾ ശരി ആയിക്കോട്ടെ എന്ന് മനുവും പറയുന്നു. അങ്ങനെ ഇപ്പോൾ ബാലചന്ദ്രൻ അലീനയെ പൂട്ടിയിട്ടിരിക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് ചെല്ലുന്നു. ആ വീട്ടിൽ ചെന്നിട്ട് ഇപ്പോൾ അലീനയെ മോളെ എന്ന് പറഞ്ഞ് അലീനയെ ഇങ്ങനെ കിടന്ന് വിളിക്കുന്നുണ്ട്. ഈ സമയം അലീന ഇപ്പോൾ അവിടെ നിന്ന് ബാലേന്ദ്രൻ വിളിക്കുന്നത് കേൾക്കുന്നു. അങ്ങനെ അലീന വിളിക്കുന്നത് കേൾക്കുന്നുണ്ടെങ്കിലും അതിന് സാധ്യതയില്ലല്ലോ എന്നുള്ള രീതിയിൽ നിൽക്കുന്നുണ്ട്. അങ്ങനെ കുറേ നേരത്തിന് ശേഷമാണ് അലീന ഇപ്പോൾ വിളി കേൾക്കുന്നത്. അങ്ങനെ ഇപ്പോൾ നോക്കി ബാലേന്ദ്രൻ ഇപ്പോൾ അലീനയെ പൂട്ടിയിട്ടിരിക്കുന്ന ആ ഒരു റൂമിൻ്റെ ജനാലയുടെ അരികിലേക്ക് എത്തിയിട്ടുണ്ട്. ബാലേന്ദ്രനെ കാണുന്നതും ഓടി ആ ജനാലയുടെ അരികിലേക്ക് ഓടിയെത്തുന്നുണ്ട് അലീന. ശേഷം ആ ജനാലയിലൂടെ കൈയിട്ട് ഇങ്ങനെ ബാലേന്ദ്രനെ തൊട്ട് നോക്കിയിട്ടൊക്കെ നിന്ന് കരയുകയാണ് അലീന. ഇത് കണ്ടിട്ട് ബാലേന്ദ്രൻ പറയുന്നുണ്ട്, കരയണ്ട, ഞാൻ വന്നില്ലേ, അച്ഛൻ വന്നില്ലേ, നീ എന്തിനാ ഇനി കരയുന്നേ എന്നൊക്കെ ബാലേന്ദ്രൻ ചോദിക്കുന്നത് കേട്ടിട്ട് വളരെയധികം വിഷമം സഹിക്കാൻ കഴിയാതെ ഏങ്ങലടിച്ച് കരയുകയാണ് അലീന. ഈ സമയം ഇപ്പോൾ കൃഷ്ണമ്മോളും ബാലേന്ദ്രൻ്റെ അടുത്തേക്ക് വന്നിട്ട് ആ ജനൽ വഴി പറയുന്നുണ്ട്, ചേച്ചി പേടിക്കണ്ട, ഞങ്ങൾ മാത്രമല്ല പോലീസുകാരൊക്കെ ഉണ്ട്, പേടിക്കണ്ട എന്നൊക്കെ പറയുന്നു. അതിനുശേഷം ഇപ്പോൾ ബാലേന്ദ്രൻ വീടിൻ്റെ മുൻഭാഗത്തേക്ക് വരുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ പോലീസുകാരെല്ലാം അകത്ത് കയറി നോക്കിയപ്പോൾ ഒരു റൂമിൽ അലീനയുണ്ടെന്ന് അവർക്ക് മനസ്സിലാവുന്നു. അപ്പോൾ പോലീസുകാർ പറയുന്നുണ്ട്, അകത്തു നിന്നും വാതിൽ കുറ്റിയിട്ടിരിക്കുകയാണെന്ന്. അലീന അകത്തേക്ക് ആരും കയറി വരാതിരിക്കാൻ വേണ്ടി കുറ്റിയിട്ടതിന് പുറമെ അവിടെ ഇരുന്ന ഒരു ചുറ്റികയും ആണികയും എടുത്ത് അവിടെയെല്ലാം ആണി തറച്ചും വെച്ചിട്ടുണ്ട്. അങ്ങനെ ആണി തറച്ച് വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ പോലീസുകാർ ഇപ്പോൾ ആ വാതിൽ ഇടിച്ചു പൊളിക്കാൻ നോക്കുന്നുണ്ട്. അതിനെ പറ്റി എന്തെങ്കിലും സാധനമുണ്ടോ എന്നൊക്കെ നോക്കി നടക്കുന്നുണ്ട് പോലീസുകാർ. ഈ സമയം ബാലേന്ദ്രൻ ഇപ്പോൾ രാജീവിനോടും ശിവനോടുമായിട്ട് പറയുന്നുണ്ട്, രണ്ടിനെ സമ്മതിക്കണം കേട്ടോ, ഇതുപോലെ ഒരു സ്ഥലം കണ്ടുപിടിച്ചതിന്. ബുദ്ധി അപാരം തന്നെയാണ്. എന്തായാലും ഇതുപോലെ ഒരു ബുദ്ധി ചെയ്ത് നിങ്ങളെ തെരണ്ടിവാലിനടിക്കേണ്ടതാണ് എന്നൊക്കെ ഇപ്പോൾ വളരെയധികം ദേഷ്യത്തോടെ ബാലേന്ദ്രൻ പറയുന്നുണ്ട്. ഈ സമയം ഇപ്പോൾ ഒരു സാധനമൊക്കെ കണ്ടുപിടിച്ചുകൊണ്ട് പോലീസുകാർ വന്നിട്ടുണ്ട് കതക് ഇടിച്ച് തുറക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് വീണ്ടും ഇപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അലീനയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊന്നും ഇവിടെ നിൽക്കില്ല എന്ന് പറയുന്നു. എന്നിട്ട് പറയുന്നുണ്ട്, എന്തിനിവിടെ കണ്ണുമിഴിച്ച് നോക്കി നിൽക്കുന്നത്, അകത്തോട്ട് കയറി ചെന്ന് അവരെ ഒന്ന് സഹായിക്ക്,
അത്രയെങ്കിലും ചെയ്യ് എന്നൊക്കെ അവർ രണ്ടുപേരോടുമായി ഇപ്പോൾ ബാലേന്ദ്രൻ പറയുന്നു. ഇത് കേട്ട് ശിവനും രാജീവും ഇപ്പോൾ അകത്തേക്ക് പോകുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ കഥയൊക്കെ പൊളിച്ച് അലീനെ പുറത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. ബാലേന്ദ്രൻ അകത്തേക്ക് ചെന്ന് അലീനെ ചേർത്ത് പിടിച്ച് പുറത്തേക്ക് കൊണ്ടുവരുന്നു. ഈ സമയം ആകെ ടെൻഷനോടെ തന്നെ നിൽക്കുന്നുണ്ട് ഗംഗാധരൻ. മനു ഇതിനിടയ്ക്ക് പലതവണ മനു ഇപ്പോൾ ബാലേന്ദ്രനെ വിളിച്ചു നോക്കുന്നുണ്ട്. ആ റബ്ബർ തോട്ടത്തിൽ ഇപ്പോൾ ഏതോ ഒരു മലമുകളിലെ റബ്ബർ തോട്ടമാണ്. അതുകൊണ്ട് തന്നെ അവിടെ റേഞ്ച് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ മനുവിന് ബാലേന്ദ്രനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. അങ്ങനെ ആകെ ടെൻഷനിലായി നിൽക്കുന്നുണ്ട് മനു. അങ്ങനെ ഇപ്പോൾ പുറത്ത് വന്നതിന് ശേഷം കൃഷ്ണമോൾ ഇപ്പോൾ അവരോട് പറയുന്നുണ്ട്, ചേച്ചിയുടെ ചെരുപ്പും ബാഗും ഒക്കെ ആ തട്ടിക്കൊണ്ട് വന്ന വണ്ടിയിലാണ്, ഒന്ന് എടുത്ത് തരാമോ അച്ഛാ എന്ന് കൃഷ്ണമോൾ ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും ബാലേന്ദ്രൻ പോലീസുകാരോട് പറയുന്നുണ്ട്, അതൊന്ന് എടുത്തു കൊടുക്കുക, ഇനി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളല്ലേ തീരുമാനിക്കേണ്ടത് എന്നൊക്കെ പറയുന്നത് കേട്ട് ഇപ്പോൾ ബാഗും ചെരുപ്പൊക്കെ എടുക്കാൻ വേണ്ടി ഒരു പോലീസുകാരൻ ആ വണ്ടിയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. അതിനുശേഷം ഇപ്പോൾ SI രാജീവിൻ്റെയും ശിവൻ്റെയും അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട്, ഇനി നമുക്ക് സ്റ്റേഷനിലേക്ക് പോകാം, അതാണ് നല്ലത്. ഇത് കേട്ടിപ്പോൾ ഗംഗാധരൻ വന്ന് പോലീസുകാരോട് സംസാരിക്കുന്നുണ്ട്. ഇത് കേസാക്കരുത്, ഇത് കേസാക്കിയിട്ടുണ്ടെങ്കിൽ ഇവരുടെ ജീവിതം തകരും, പിന്നെ ഇവരുടെ ജോലി പോകും, ഇവർ ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരും, അതുകൊണ്ട് ഇത് എങ്ങനെയെങ്കിലും സോൾവ് ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ പോലീസുകാർ പറയുന്നുണ്ട്, ഇതങ്ങനെയൊന്നും സോൾവ് ചെയ്യാൻ പറ്റില്ല, പെൺകുട്ടികളെ തട്ടിക്കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ അത് കേസ് തന്നെയാണ്, നിങ്ങളെല്ലാം ഒന്ന് തീരുമാനിക്കേണ്ടതെന്നും പോലീസുകാർ ഇപ്പോൾ പറയുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ SI പോയി ബാലേന്ദ്രനോട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ പോലീസുകാരൻ പറയുന്നുണ്ട്, നിങ്ങളാണ് പരാതി തന്നത്, അതുകൊണ്ട് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഇങ്ങനെ ഒരു കാര്യം പറയുന്നത് നിങ്ങൾ കുടുംബക്കാരായതുകൊണ്ടാണ്, അല്ലെങ്കിൽ പണ്ട് ഈ രണ്ടെണ്ണത്തിനെ തട്ടി ഞാൻ അകത്താക്കിയേനെ എന്നൊക്കെ SI പറയുമ്പോൾ ഇപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഞാൻ പരാതി തന്നു എന്ന് മാത്രമേ ഉള്ളൂ, ബുദ്ധിമുട്ട് അനുഭവിച്ചതും മാനസിക പീഡനം അനുഭവിച്ചതും അലീനയാണ്, അതുകൊണ്ട് അലീനയ്ക്ക് തീരുമാനിക്കാം എന്നിങ്ങനെ ബാലേന്ദ്രൻ പറയുന്നത് കേട്ട് പോലീസുകാരൻ ഇപ്പോൾ വന്ന് അലീനയോട് ചോദിക്കുന്നുണ്ട്, കുട്ടിയുടെ തീരുമാനം അനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്, നിങ്ങൾ കുടുംബക്കാരായതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇങ്ങനെ പറയുന്നത് എന്നൊക്കെ SI പറയുമ്പോൾ ഇപ്പോൾ അലീന പറയുന്നുണ്ട്, വേണ്ട, കുഴപ്പമില്ല, അവർ പോയിക്കോട്ടെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നത് കേട്ട് രാജീവും ശിവനും ഇപ്പോൾ ഒന്ന് സമാധാനിക്കുന്നുണ്ട്. അലീന ഇങ്ങനെ പറയുന്നത് കേട്ടിട്ട് നമുക്ക് പോകാം എന്നുള്ള രീതിയിൽ ഗംഗാധരൻ ഇപ്പോൾ ശിവനെയും രാജീവിനെയും നോക്കുന്നുണ്ട്. ഇത് കണ്ടിപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അങ്ങനെ വെറുതെ അങ്ങ് പോകണ്ട, അവളോട് ഇത്രയൊക്കെ ചെയ്ത സ്ഥിതിക്ക് രണ്ടുപേരും അവളോട് മാപ്പ് പറഞ്ഞിട്ട് പോയാൽ മതി. എന്തേ, മാപ്പ് പറയാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നമുക്ക് സ്റ്റേഷനിലേക്ക് പോകാം, ബാക്കി കാര്യങ്ങളൊക്കെ ആ രീതിയിൽ അങ്ങ് നടക്കട്ടെ എന്നൊക്കെ ബാലേന്ദ്രൻ പറയുന്നത് കേട്ടിപ്പോൾ ഗംഗാധരൻ പറയുന്നുണ്ട്, വേണ്ട ബാലേന്ദ്ര, അവർ ക്ഷമ പറയില്ല എന്നവർ പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ ബാലൻ പറയുന്നു, എങ്കിൽ പെട്ടെന്ന് ആയിക്കോട്ടെ എന്ന്. ആദ്യം രാജീവനാണ് വരുന്നത്. രാജീവ് വന്നിട്ട് അലീനയോട് സോറി എന്ന് പറയുന്നത് കേട്ടിട്ട് ബാലേന്ദ്രൻ അത് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഈ ഇംഗ്ലീഷൊക്കെ അങ്ങ് സിംഗപ്പൂര്, ഇവിടെ നല്ല പച്ച മലയാളത്തിൽ പറയടാ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നീ ഇങ്ങനെ പറയണം, എൻ്റെ മോളെ, ഞാൻ നിന്നോട് പൊറുക്കാൻ പറ്റാത്ത അപരാധമാണ് ചെയ്തത്, അതെനിക്കിപ്പോൾ മനസ്സിലായി, അതുകൊണ്ട് നീ എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ട് അവളുടെ കാല് പിടിക്കുക എന്ന് ബാലേന്ദ്രൻ ഇപ്പോൾ രാജീവിനോട് പറയുന്നു. ബാലേന്ദ്രൻ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ രാജീവ് അലീനയോട് പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് അലീനയുടെ കാല് തൊട്ട് ക്ഷമ ചോദിക്കുന്നു. അങ്ങനെ ക്ഷമയൊക്കെ ചോദിച്ച് രാജീവ് അങ്ങോട്ട് മാറുമ്പോൾ ബാലേന്ദ്രൻ ശിവനോട് പറയുന്നുണ്ട്, ഇനി ശിവേട്ടൻ്റെ ഊഴമാണെന്ന്. ഇത് കേട്ടിട്ടുണ്ടെങ്കിൽ ശിവൻ ചോദിക്കുന്നുണ്ട്, ഒരാൾ ചോദിച്ചാൽ പോരെ ക്ഷമയെന്ന്. അപ്പോൾ ബാലൻ പറയുന്നു, പോരാ, രണ്ടുപേരും ചോദിക്കണം. അങ്ങനെ ഇപ്പോൾ ശിവനും വന്ന് അലീനയോട് ക്ഷമ ചോദിക്കുന്നുണ്ട്, കാല് പിടിച്ച് തന്നെ. ഇതെല്ലാം തന്നെ കണ്ട് ഇപ്പോൾ അന്തം വിട്ട് നിൽക്കുന്നുണ്ട് അലീന. അങ്ങനെ ഇപ്പോൾ അവരെല്ലാവരും തന്നെ തിരിച്ച് വീട്ടിലേക്ക് പോന്നിട്ടുണ്ട്. വരാനിരിക്കുന്ന പുതിയ എപ്പിസോഡുകളുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.